എല്ലാരും വാ. എന്താ സിദ്ധു നീ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എന്റെ പൊന്നളിയാ, നമുക്ക് എന്നാടാ ഇതുപോലൊക്കെ ഒരു സെറ്റപ്പിൽ ജീവിക്കാൻ പറ്റുന്നേ? അതിനൊരു വഴിയുണ്ട്. ആദ്യം കാവ്യയെ വളച്ചെടുക്കണം, എന്നാ നിനക്ക് ഈ വീട് സ്വന്തമാക്കാം. അല്ലാതെ അവളുടെ വീട് നിനക്കെങ്ങനെ കിട്ടാനാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കൊതുകടിയുള്ള വീട് വിട്ടിട്ട് ഇവിടെ വന്ന് താമസമാക്കാലോ അളിയാ. എങ്ങനെ അളിയാ? പിന്നെ അതിനാദ്യം ഇതിന്റെ മുകളുടെ നില നമുക്ക് വാടക ചോദിക്കാം. അതാവുമ്പോ കാവ്യായിട്ട് അടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കലക്കില്ലേ? ഐഡിയ കൊള്ളാം, പക്ഷേ അവള് വളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കെട്ടിലമ്മ ഭാവം. നിങ്ങളെന്താ വീടിനകത്ത് കയറാതെ ഇവിടെ തന്നെ നിന്നേ? അല്ല, ജ്യൂസ് മധുരമുള്ളതാണോ? അത് രുചിച്ചു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അകത്തേക്ക് വരൂ. നീ ജ്യൂസ് കുടിക്കേ. അളിയാ, ആ ജ്യൂസ് ഒന്ന് കുടിക്കാൻ കിട്ടുമോ? കിട്ടൂളിയാ, നീ ഒന്ന് മനസ്സ് വെച്ചാ മതി. നിനക്ക് ജ്യൂസും കുടിക്കാം, ബിരിയാണിയും കഴിക്കാം. വാ വാ. എന്നാ തുടങ്ങാം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അളിയാ, എനിക്കിപ്പോ വേണ്ട. ഞാൻ കാവ്യയുടെ മുന്നില് മോശക്കാരനാവും. അല്ല, എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നീ എത്ര നേരം ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കും വിചാരിച്ച് ചിരിച്ചു പോയതാ. അതൊക്കെ പോട്ടെ. അപ്പോഴേ മുകളിൽ നില വാടക കിട്ടുന്ന കാര്യം ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കാം, അവള് വന്നോട്ടെ. എന്റെ അമ്മേ, സൂപ്പർ ഐറ്റം. നിങ്ങളെന്താ കഴിക്കുന്നില്ലേ? ചില്ലാവൻ ഇറങ്ങിട്ട് ഇങ്ങനെ പച്ചക്കിരുന്നാൽ എങ്ങനാ? ഇത് കണ്ടോ? എവിടെ നോക്കട്ടെ. ശരിയാ. കൊള്ളാലോ. അളിയാ, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ കാവ്യ. നീ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? നീ കാവ്യ എടുത്തേക്ക് ചെല്ലേ. കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ മൂട. ഏയ് വേണ്ട, എനിക്കിത് ശീലമുള്ളതല്ല. എനിക്കും ഇത് ശീലമുള്ളൊന്നുമല്ല. 2 പെഗടിക്കുമ്പോ മാത്രം മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടാൻ. അല്ല, എന്തിനാ ഇപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നേ? ഒരു കൂട്ടുണ്ടായല്ലേ, ഈ ഒറ്റപ്പെടലൊക്കെ അങ്ങ് മാറും. നമുക്ക് ഈ മാറ്റർ അങ്ങ് വിടാം. വേറെന്തെങ്കിലും സംസാരിക്കാം. ഓ, ഓക്കെ കൂൾ. ആക്ച്വലി ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാ വന്നേ. ഈ ഞങ്ങൾ താമസിക്കുന്ന വീട് ഒഴിയാൻ പറഞ്ഞിരിക്കുക. ഹൗസ് ഓണർ വല്ലാത്തൊരു സ്വഭാവക്കാരനാ.
ഈ വീട്ടിലെ മുകളിൽ നില താമസിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. വാടക കൃത്യമായിട്ട് ഞങ്ങൾ തരാം. വാടക അവിടെ നിൽക്കട്ടെ, നിങ്ങളിവിടെ താമസിച്ചോളൂ. അത് എനിക്കൊരു കമ്പനി ആവുമല്ലോ. അപ്പൊ ഇത് നടക്കും.